നമസ്കാരം. KCBC ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് നമ്മുടെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട ജോഷി മയ്യാറ്റിലച്ചനാണ്. സ്വാഗതം. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം 600-ലധികം കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സംഭവം നമ്മുടെ മുൻപിൽ മുനമ്പം വിഷയമാണ് പറയുന്നത്. ആ മുനമ്പം വിഷയത്തിൽ ഇത്രയും കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് ഭരണകൂടത്തിന്, പ്രതിപക്ഷത്തിന്, മാധ്യമങ്ങൾ ഏത് നിലപാടെടുക്കുന്നു? എന്താണ് ഈ അച്ഛൻ ഈ വിഷയത്തെ കാണുന്നത്? എന്താണ് അടിസ്ഥാനപരമായ ഇവരുടെ ദർശനം? കാരണം അവിടുന്ന് ആളുകളെ ഇറക്കി വിടും എന്ന് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇറക്കി വിടാതിരിക്കുന്നു എന്നുള്ളതല്ലല്ലോ ഒരു സ്ഥലത്തെക്കുറിച്ച്, അതിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ ഒരു പൗരൻ്റെ അവകാശം എന്ന് പറയുന്നത്. അവർക്കത് ക്രയവിക്രയം ചെയ്യാൻ, അവരുടെ ഒരു ലോൺ എടുക്കാനുള്ള ഒരു ആവശ്യത്തിന് ആ സ്ഥലത്തിൻ്റെ മേലെ എന്ത് തരത്തിലുള്ള ഉടമസ്ഥതയാണ് ഇപ്പോൾ മുനമ്പം നിവാസികൾക്ക് വഖഫ് നിയമം മൂലം ഉണ്ടായിട്ടുള്ളത്? എന്ത് പ്രതിസന്ധികളാണുള്ളത്? ഇപ്പോഴും അത്രയും ജനം അവിടെ തടവുകാരാക്കപ്പെട്ട രീതിയിലാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഹയർ സ്റ്റഡീസിനുണ്ട്. എല്ലാവരും പാവപ്പെട്ടവരാണ്. അവിടെയുള്ള നല്ലൊരു പങ്കും മത്സ്യത്തൊഴിലാളികൾ, കക്ക വാരി അതുകൊണ്ട് ജീവിക്കുന്നവർ, വേറെ ചിലർ കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ. അപ്പോൾ വളരെ ഒരു പാവപ്പെട്ട ഒരു ഏരിയ. അപ്പോൾ അവർക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു കല്യാണം വരുന്നു, അവർ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് പണയം വെച്ച് കാശ് കൊടുത്തി അങ്ങനെ. അപ്പോൾ സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ അങ്ങനെയൊക്കെ അവർ ജീവിച്ചു പോകുന്നു. അങ്ങനെ പിന്നെ ഓരോ ദിവസവും എന്തുകൊണ്ടാണ് അവർക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നത്? 2022 ഇവര് കരമടക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ദേ ആർ ബ്ലോക്ക്ഡ് എന്ന് മാത്രമല്ല ആ ലാൻഡ് അവരുടെ ഇല്ലെന്ന്. അതുവരെ കരമടച്ചുകൊണ്ടിരുന്നവരാണ്. അതുവരെ ഉടമസ്ഥത ഉണ്ടായിരുന്നു, സ്വന്തം പട്ടയമുണ്ട്, എല്ലാം ഉണ്ട്. കാശ് കൊടുത്ത് വാങ്ങി ഉപയോഗിച്ചു വർഷങ്ങളായിട്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ അവിടെ തടവിലാക്കപ്പെടുന്നു. അതായത് 89 മുതൽ വാങ്ങിയവരുണ്ട്. 1989 അത് വിൽക്കുന്നത്. 89 മുതൽ വാങ്ങിയവരുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി, 2, 11, 24, 35 വർഷത്തോളമായി അവർ അത്രയും 600 കുടുംബങ്ങളുടെ പ്രതിസന്ധിയെ കുറിച്ച് ഭരണകൂടത്തിന് അറിവില്ല എന്ന് അച്ഛന് തോന്നുന്നുണ്ട്. ഭരണകൂടത്തിന് എന്ത് സഹായമാണ് ചെയ്യുന്നത്? അല്ല, സ്റ്റേറ്റിന് സാധാരണ സ്വരമില്ലാത്ത മനുഷ്യര് സ്റ്റേറ്റിനൊരു വിഷയമല്ല. ഒച്ച വയ്ക്കാൻ കഴിയുന്നവരെ അവരെ സ്റ്റേറ്റ് മാനിക്കും, ഇത്രേ ഉള്ളൂ. അല്ലാത്തവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇല്ല. ഇതിപ്പോ അച്ഛൻ നിരന്തരമായിട്ട് മുനമ്പം വിഷയം ഒരുപക്ഷെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്, ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതെ അത് ഒരു വിഷയം ഒരു വഴിക്കൂടെ പോകേണ്ടതായിരുന്നു. പക്ഷേ അച്ഛൻ്റെ നിലപാടുകളാണ് മുനമ്പം വിഷയം വളരെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറ്റിയെടുക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത്. നിലപാടെന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആ വിഷയം പഠിച്ചു. ആ വിഷയം പഠിച്ചപ്പോഴാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലായത്. പ്രത്യേകിച്ച് നിയമം, ഈ വഖഫ് നിയമം എങ്ങനെയാണ് മുനമ്പം നിവാസികളെ ബാധിക്കുന്നത് ഇത്രയേറെ? ഇപ്പോൾ വഖഫ് നിയമം വളരെ പഴുതുകളിട്ട് ചെയ്തിരിക്കുന്നതാണ്, വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്. അതായത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് അതിലുള്ള ആളുകൾക്ക് ഏതു വിധേനയും അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് വഖഫ് നിയമം നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് 40 ആണല്ലോ വഖഫ് തീരുമാനിക്കുന്നത്, വഖഫ് ഭൂമിയാണോ അല്ലയോ. ആ 40-ലെ ക്ലോസുകളൊക്കെ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ വഖഫ് ബോർഡിന് റീസൺസ് ടു ബിലീവ് ഉണ്ടെങ്കിൽ, ഒരു ഭൂമി വഖഫായിട്ട് കരുതാൻ റീസൺ ടു ബിലീവ്, ഇങ്ങനെയാണ് ഒരു നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. റീസൺ ടു ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, അതൊരു ഈ വസ്തുവിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് സിവിൽ നിയമങ്ങളില്ലേ, അതിനപ്പുറത്തേക്ക് വഖഫ് എങ്ങനെയാണ് ഈ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കയറി ഇടപെടുന്നത്? സിവിൽ നിയമങ്ങൾക്കൊക്കെ അതീതമാണ് ഈ വഖഫ് നിയമം എന്ന രീതിയിലാണ് അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഉണ്ടാവും? ഈ നിലവിലില്ല. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതി അങ്ങനെ ഒരു സംഗതി അവിടെ അവതരിപ്പിച്ചല്ലോ. സത്യത്തിൽ അതോടുകൂടിയാണ് ഞാൻ എന്താണ് ഈ സംഗതി എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മുനമ്പംകാരുടെ വിഷയങ്ങൾ അറിയുന്നു.
അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഓഗസ്റ്റ് 12 ദീപികയിലെ ആദ്യത്തെ ലേഖനം എഴുതുന്നത്. ഇതിനകം ഒരു 5ഓളം ലേഖനങ്ങൾ പഠിച്ച് ദീപികയിൽ എഴുതി. കൂടുതൽ അറിയുന്തോറും കൂടുതൽ പഠിക്കുന്തോറും നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഇതെങ്ങനെ ഒരു നിയമമാക്കി ഒരു പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർലമെൻറ്റേറിയൻസിനെയും നമ്മുടെ MLA-മാരുടെയൊക്കെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ നിയമം പാസ്സായി വരും. അവരിത് പഠിക്കാതാണ് പല വിഷയങ്ങളിലൂടെ. ഒരു വിവരം ഇല്ലാത്തവരാണ് നമ്മൾ ജനപ്രതിനിധികളായിട്ട് അയക്കുന്നവരെന്ന് വ്യക്തം. ചർച്ച വന്നപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, ചർച്ച വന്നപ്പോൾ നമ്മൾ വലിയ ഒരു ചർച്ചക്കൊക്കെ പറ്റിയ ആളെന്ന് വിചാരിക്കുന്ന ആളാണ് പ്രേമചന്ദ്രൻ സാർ, ശരിയല്ലേ? അതെ. നമ്മൾ പാർലമെന്റേറിയൻസിൽ ബെസ്റ്റ് പാർലമെന്റേറിയൻസ് ആയിട്ട് നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ അദ്ദേഹമൊക്കെ അന്ന് പാർലമെന്റിൽ സംസാരിച്ച കാര്യം, പിന്നെ KC വേണുഗോപാൽ അതിനുടനെ ദേവസ്വം ബോർഡായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ വഖഫ് ബോർഡും ദേവസ്വം ബോർഡും കേട്ടാൽ ഒരേപോലത്തെ സംഗതികൾ. അങ്ങനെയാണോ? അപ്പം എന്തുകൊണ്ടാണ് അതങ്ങനെ തുലനം ചെയ്തത്? പെട്ടെന്നൊരു ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് തമ്മിലുള്ള വ്യത്യാസമോ, വഖഫ് ബോർഡിൻ്റെ അവകാശ അധികാരങ്ങളൊക്കെ ദേവസ്വം ബോർഡിന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഇന്ത്യയുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഏത് സ്ഥലവും ക്ലെയിം ചെയ്യാം. തിരുവിതാംകൂർ മൊത്തം തിരുവനന്ത പത്മനാഭസ്വാമിയുടെ കൊടുത്ത സ്ഥലമല്ലേ? അപ്പൊ ഒരു ദേവസങ്കല്പത്തിന് മൊത്തമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇവരിത് ക്ലെയിം ചെയ്യാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ? ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശരീഅത്ത് ലോയ്ക്ക് എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കണം? അപ്പൊ എന്താ ഈ ഇങ്ങനെയുള്ള സമർപ്പണങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? പക്ഷെ ഇത് വളരെ പ്രകടമായും ഒരു മതത്തിൻ്റെ നിയമം എല്ലാവരുടെയും മീതെ അടിച്ചേൽപ്പിക്കാനായി വളരെ കൃത്യതയോടുകൂടി, വളരെ ബുദ്ധിയോടുകൂടി, വളരെ കൃത്യമായൊരു തീവ്ര മത ആഭിമുഖ്യങ്ങളുള്ളവർ കോൺഗ്രസ് സർക്കാരിനെ ചതിച്ച് കുഴിയിൽ വീഴ്ത്തി ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ എന്ത് പരിഹാരമാണ് ഇതിന് നമ്മുടെ മുമ്പിലുള്ളത്? മുൻപ് വിഷയം അതാണ് ഏറ്റവും പ്രധാനം. കാരണം 600 പേരുടെ ജീവിതം, 600 കുടുംബങ്ങളുടെ പ്രശ്നമാണിത്. അവരുടെ നീതി നിഷേധം ഒരു വലിയ നീതി നിഷേധമാണ്, പ്രതിഷേധാർഹമാണ്. ആരൊക്കെ വിചാരിച്ചാലും അത് അത്ര പെട്ടെന്ന് അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഇവിടുത്തെ പൊതുജനമോ നമ്മുടെ മനസാക്ഷിയോ അനുവദിക്കത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു പരിഹാരം ഉണ്ടാവണം. എന്തായിരിക്കും ആ പരിഹാരം? മുൻപത്തെ ജനത്തിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് സത്യം എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അസത്യത്തിലൂടെയും അധർമ്മത്തിലൂടെയും അനീതിയിലൂടെയുമാണ് ഇപ്പോൾ വഖഫ് ബോർഡ് മുനമ്പം പിടിച്ചെടുത്തിരിക്കുന്നത്. ആ ഡീഡ് നോക്കിയാൽ മതി. ഡീഡ് നോക്കിയാൽ ഈ റീസൺസ് ടു ബിലീവ് എന്ന് പറയുന്ന ആ ക്ലോസ് സമർത്ഥമായി വഖഫ് ബോർഡ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പം ചിലർ പറയുന്നുണ്ടല്ലോ നിസാർ കമ്മീഷനാണ് പ്രശ്നമെന്ന്. അല്ല, നിസാർ കമ്മീഷനാണ് പ്രശ്നമെന്ന് പറയുന്നത് വഖഫ് ബോർഡ് കുഴപ്പമില്ല, വഖഫ് നിയമവും കുഴപ്പമില്ല എന്ന് പറയുന്നവരുടെ ഒരു തന്ത്രമാണ്. നിസാർ കമ്മീഷൻ്റെ നമ്പർ 7 റിപ്പോർട്ടിലെ നമ്പർ 7 കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വഖഫ് ബോർഡാണ് നിലവിലുള്ള വഖഫ് ആക്ടിൻ്റെ വെളിച്ചത്തിലാണ് മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത്. വഖഫ് ബോർഡിൻ്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം അദ്ദേഹം 2009 ജൂൺ 24 നിസാർ കമ്മീഷനെ അറിയിച്ചു എന്നേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് റിപ്പോർട്ടും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പല സംഘടനകൾ, ചില നേതാക്കന്മാർ അത് വഖഫ് അല്ല എന്ന് പറയുന്നു. ചിലർ ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ തന്നെ ഇന്നലെ പറഞ്ഞു അത് വഖഫിൻ്റെ സ്ഥലമാണെന്ന്. ഇതിലേതാ വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ആളുകളെ നിയമിക്കുന്നത് സർക്കാരാണല്ലോ. സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? സർക്കാരിൻ്റെ പ്രതിനിധികൾ മുനമ്പ നിവാസികളെ കണ്ടിട്ടുണ്ടോ? അവരോട് ഏത് സമീപനമാണ് സ്വീകരിക്കുക? പിണറായി സർക്കാരിൻ്റെ നിലപാട് വകുപ്പ് മന്ത്രിയിലൂടെ നമുക്ക് മനസ്സിലായത് മുനമ്പം വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ്. അത് അവർ സ്ഥാപിച്ചെടുക്കാൻ ശരിക്കും തത്രപ്പെടുന്നുണ്ട്. ഇന്നലെ P. രാജീവ് മന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. ഇത് വഖഫ് അല്ല എന്ന് പറയുന്നത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മിച്ചഭൂമിയായി പോകും.
അപ്പം മിച്ചഭൂമി എന്താണെന്ന് പി രാജീവിന് അറിഞ്ഞുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഇതിപ്പോൾ ഗിഫ്റ്റ് ഡീഡ് ആരുടെ പേരില്ല, ഒരു കോളേജിൻ്റെ പേരില്ല, ഫാറൂഖ് കോളേജിൻ്റെ ഭൂമി എങ്ങനെയാണ് മിച്ചഭൂമിയാകുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ എങ്ങനെയെങ്കിലും പൊതുബോധത്തിലേക്ക് ഇത് വഖഫ് ഭൂമിയാണെന്ന് അടിച്ചേൽപ്പിച്ച് അവർക്കെന്തോ ചില താല്പര്യങ്ങൾ, പകരം ഭൂമി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ടല്ലോ. അത് കമന്ന് വീണാൽ കാപ്പണം, അത്രേ ഉള്ളൂ. ഈ വിഷയം വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെ ഈ മനുഷ്യരുടെ ദുരിതം വെച്ച് മുതലെടുക്കുന്നു. ഇത് വളരെ ചിലരുടെ ഭാഷ പറഞ്ഞ പൈശാചികമായിട്ടുള്ള നടപടിയാണ്, സംശയമില്ലാത്ത കാര്യം. അങ്ങനെയുള്ളൊരു നിലപാടാണ് സർക്കാരിൻ്റേത്. പക്ഷേ കോൺഗ്രസിൻ്റേത് വഖഫ് അല്ല എന്നുള്ള നിലപാടാണ്, സത്യമായിട്ടുള്ള നിലപാടാണ്. പക്ഷേ കോൺഗ്രസ് പറഞ്ഞു, മുസ്ലിം ലീഗും മതപണ്ഡിതന്മാരും മുസ്ലിം പ്രസ്ഥാനങ്ങളും ഒക്കെ പറയുന്നത് വഖഫ് അല്ല എന്നാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കണ്ടില്ല. പൊതുപ്രസ്താവനകൾ ഇവരുടെ ആരുടെ അടുത്തൊന്നും രഹസ്യയോഗങ്ങളിൽ മാത്രമാണ് വഖഫ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആ പാവം പി ഡി സതീശനെ ഇരയാക്കി അല്ലെങ്കിൽ കരുവാക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ഒരു ചതിയായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജനപ്രതിനിധികളുണ്ടല്ലോ, MP-മാര്, MLA-മാര്, പ്രത്യേകിച്ച് മുനമ്പം ആളുകളുടെ വോട്ടോടുകൂടി തന്നെ ജയിച്ചവരും കൂടിയാണല്ലോ അവരൊക്കെ ഈ വിഷയത്തിൽ അവിടുത്തെ സമരത്തിലോ പങ്കുകാരായിട്ടുണ്ടോ? അവരുടെ നിലപാടുണ്ടോ? 2022 ഈ വിഷയം വരുന്നത്. അത് ആ വിഷയം കഴിഞ്ഞ ഒരു കേസൊക്കെ പോയി, ഇങ്ങനെ കേസ് കൊടുത്തു. സ്ഥലം MP പറയുന്നത് ഇലക്ഷൻ്റെ സമയത്ത് അറിഞ്ഞത്, ഇപ്പോഴത്തെ ലോക്സഭ ഇലക്ഷൻ. അപ്പോൾ MP-ക്ക് തൻ്റെ മണ്ഡലത്തെക്കുറിച്ച് പോലും ഗ്രാഹ്യമില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. എന്ന് മാത്രമല്ല, ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥി സംഗമത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞു ഇങ്ങനെ നിഗൂഢ ശക്തികൾ എന്നെതിരെ. നിഗൂഢ ശക്തി എന്ന് പറഞ്ഞാൽ ആരാ? നിഗൂഢ ശക്തികൾ. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ ഈ വിഷയം വന്നപ്പോഴേക്കും നിഗൂഢശക്തിക്ക് അനുകൂലമായിട്ട് അറിയാം നിഗൂഢശക്തി ആരാണ്. ഞാൻ പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഇവര് ജയിപ്പിച്ചു വിട്ടതല്ലേ, ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ച് ജയിപ്പിച്ചു വിട്ടതല്ലേ. അപ്പം അവിടെ വെച്ച് വേറൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് വേറൊന്നും പറയണ്ട. എൻ്റെ മണ്ഡലത്തിലെ ജനത്തിന് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ വഖഫ് ആക്ട് കൊണ്ട് ചില നമ്മൾ ആരും അഭിലഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് പറയാനുള്ള ഒരു ആർജവം പോലും ഇല്ലാത്ത ഒരു MP, അതെന്തൊരു MP-യാണ്? ഇനി പോട്ടെ, അത് പാർട്ടിയുടെ നയമാണ്, കട്ടക്കെതിർക്കണം, അത്രയും മനസ്സിലാക്കാം. പക്ഷേ ഈ പറയുന്ന ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനായിട്ട് അനുവാദം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് കൗണ്ടർ നോട്ടീസ് കൊടുക്കാൻ ഏറ്റവും ആദ്യം ഓടിച്ചാടി ഒപ്പിട്ടും കൊടുത്ത് ആദ്യം വന്ന് നിന്നപ്പോൾ ഇലക്ഷന് നമ്മളെ എന്താണ് വോട്ടർമാരെ പറ്റിക്കുന്ന ഒരു നടപടിയായിരുന്നു അദ്ദേഹത്തിന്റെ. ചതിയായിപ്പോയി, വൻ ചതിയാണ് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാം, എത്രയോ പേരുണ്ട്. ഒരു സ്വാഭാവിക അറ്റ്ലീസ്റ്റ് പൊളിറ്റിക്സ് അറിയാവുന്ന ഒരാളായിരുന്നെങ്കിൽ, രാഷ്ട്രീയം അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം അത് മാറി നിന്നേനെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു വശമുണ്ട്. ഇത് ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകുന്നു, സെക്കുലറിസം നശിക്കുന്നു, അത്തരം നടപടികളാണ്. മരിക്കാൻ പോകുന്നവൻ, മുങ്ങിച്ചാകുന്നവൻ ഒരു കച്ചിത്തുരുമ്പി പിടിച്ച് മേളിൽ കയറാൻ ശ്രമിച്ചാൽ അതെങ്ങനെ സെക്കുലറിസം നശിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. മറ്റ് പല വിഷയങ്ങളാണെങ്കിൽ സെക്കുലറിസത്തിനൊരു ഭംഗവുമില്ല, അവരോടൊപ്പം ഉറച്ചു നിൽക്കണമെന്നല്ല നിലപാട്. തീവ്രവാദികൾക്ക് വേണ്ടി പോലും നിലകൊള്ളുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത്. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെയും ഭാഗമല്ല, അവർ ഭീകരവാദികളാണ്. മതത്തെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളുന്നു. അത് സെക്കുലറിസത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു തീവ്രവാദിയെ എതിർക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കെ ഇത് സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ 600 കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു നിലപാട് പറയുന്നത് എങ്ങനെ തീവ്രവാദമാകും? അതാണ് പദങ്ങൾക്കെല്ലാം അർത്ഥം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. ഉപയോഗിക്കുകയാണ് എങ്ങനെ സെക്കുലറിസം നശിക്കുന്ന മതസ്പർദ്ധ, മതകലാപം, വർഗീയത, എന്തെല്ലാം പദങ്ങളാണ് ഈ ദിവസങ്ങളിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് കഴുത്തിന് ചവിട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുക, അപ്പോൾ ആ ഞെരുങ്ങുന്നവൻ കരയുന്നു, അപ്പോൾ അവൻ്റെ സ്വരം ഇത്തിരി ഒച്ചത്തിലായി പോകുന്നു. മതസ്പർദ്ധ, വർഗീയത. അവൻ എന്തൊരു മനുഷ്യനാണ്, അങ്ങനെ കരയാമോ അവന്? അതായത് ഈ ചവിട്ടി ഞെക്കി പിടിക്കുന്നവൻ്റെ കൂടെ എല്ലാവരും കൂടി നിന്നിട്ട് പറയാണ്
അങ്ങനെ അവൻ കരയാമോ എന്നാണ് ഈ ചോദിക്കുന്നത്. അതിന് ഇത് വെച്ചാൽ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ആളുകൾ സമുദായത്തിൻ്റെ പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഗതികേടാണിത്. ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർക്കെപ്പോഴും കളർ നോക്കേണ്ടി വരും, കൊടിയുടെ കളർ നോക്കേണ്ടി വരും. അത് ത്രിവർണം അതിലേതെങ്കിലും ഒരു കളറായിട്ട് ചുരുങ്ങിയാലും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും കളർ നോക്കിയേ നിൽക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിഷയം. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് വർഗീയത എന്ന് പറയുന്നത് പച്ച വർഗീയതയെ മതേതരത്വമായിട്ടും സാധാരണക്കാരൻ്റെ നിലവിളിയെ വർഗീയതയായിട്ടും പറയുന്ന ഒരു കെട്ടകാലം, ഒരു കെട്ട രാഷ്ട്രീയം, അത്രേ പറയാനുള്ളൂ. നിലവിൽ എന്താണ് മുനമ്പത്തിൻ്റെ അവസ്ഥ, മുനമ്പത്തെ ജീവിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ? ഏതു തരത്തിലാണ് ഇതിനൊരു പരിഹാരത്തിലേക്ക് കടന്നു പോകേണ്ടതെന്നാണ് അതിന് നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിൽ അച്ഛന് തോന്നുന്നു? വെച്ചാൽ മുനമ്പക്കാർ അവർ ഫൈറ്റിംഗ് സ്പിരിറ്റിലാണ്. കാരണം അവർക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. അതെ, അവർക്ക് വീട് പോവുകയാണ്, അവരുടെ മക്കളുടെ ഭാവി അടഞ്ഞു പോവുകയാണ്, അവരുടെ ജീവിതം ഇരുളാണ്ട് പോവുകയാണ്. അവർക്കും അവരുടെ കൂടെ ആരുമില്ല. ഇവരെല്ലാവരും ഐക്യദാർഢ്യം അതൊക്കെ പറയുമെങ്കിലും കാര്യം വരുമ്പോൾ ഒരാളുമില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവർ എത്ര നാളും സമരം ചെയ്യാൻ തയ്യാറാച്ചു. അവർ ഈ സമരം എന്തെങ്കിലും കൊണ്ട് കെടുത്തിക്കളയാമെന്ന് വിചാരിക്കും. അത്രയ്ക്ക് ഫൈറ്റിംഗ് സ്പിരിറ്റിൽ അവർ. സത്യത്തിൽ ഈ സമരമൊക്കെ ഇവരുടെ തന്നെ ചിന്തയാണ്. ഞാൻ എങ്ങനെയാണ് സഹായിച്ചത്? എനിക്ക് ഈ മുനമ്പങ്കാർ എന്ന് പറയുന്നവരുടെ ജ്ഞാനവും അവരുടെ ഷാർപ്പ്നെസ്സും അവരുടെ കൂട്ടായ്മയും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഓരോരോ പുതിയ സംഗതികൾ ക്രിയേറ്റിവിറ്റി ഒക്കെ വളരെ വളരെ വലുതാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ ചെയ്തത് പഠനത്തിൻ്റെ ഒരു തലം, ഈ നിയമം പഠിക്കാനും അറിവുള്ളവരോട് ചോദിക്കാനും ജുഡീഷ്യറിലൊക്കെ കാര്യമായിട്ടുള്ളവരോട് ഞാൻ ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്തു, ഒത്തിരി പേരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു. എനിക്കിതേക്കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത ആളാണ്, പക്ഷെ സമയമെടുത്ത് പഠിച്ചു മനസ്സിലാക്കി ആ കാര്യങ്ങൾക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സത്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഇതിലുണ്ടായ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ ചോദിച്ചു അവർക്ക് വേണ്ടി. പക്ഷെ ഈ ചോദ്യങ്ങളിൽ ഞാൻ കണ്ടൊരു കാര്യം അസ്വസ്ഥതകൾ മാത്രം, ഉത്തരമില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുന്നതുകൊണ്ട് കുറെ പേര് ക്ഷുഭിതരാകുന്നു, കുറെ പേര് വൈകാരികമായിട്ട് പോകുന്നു. 1025 പേരുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഈ മുനമ്പങ്കാരുടെ വിഷയം ഒന്ന് പഠിക്കാൻ മാത്രമല്ല, ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനത്തിലേക്ക് എത്തിക്കാനും അതിലൂടെ ഒന്ന് മുഖ്യധാര മീഡിയയിലേക്ക് എത്തിക്കാനും പ്ലസ് രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധയിലേക്കൊക്കെ ഇത് കൊണ്ടുവരാനും. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. വളരെ പരിമിതമാണ്. പക്ഷെ അന്ന് ഉണ്ടായ ഒരു സിനർജി അപാരമായിരുന്നു. പക്ഷേ 24 മണിക്കൂർ കൊണ്ട് വഖഫ് മുനമ്പം വാട്സാപ്പ് കൂട്ടായ്മയിൽ 1025 പേര്. പിന്നെ ഞങ്ങൾ വീണ്ടും ഇപ്പോൾ 3ാമത്തെ ഗ്രൂപ്പാണ്. അതിപ്പോൾ അധികം പോയി 4ാമത്തെ അങ്ങോട്ട്. അതായത് മനുഷ്യർ ഈ മുനമ്പത്തെ കോഴ്സിന് വേണ്ടി കൂടെ നിൽക്കുക. പിന്നെ അവിടെ ഇഷ്ടംപോലെ ചർച്ചകളോ ഇതൊക്കെ നടന്നു. ഞാൻ ഓടി നടന്നതെല്ലാം ഡിലീറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ആരോ എന്തോ പറഞ്ഞു അത്ര അതിനകത്ത്. അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. എന്നിട്ട് അത് ഒരു മീറ്റിങ്ങിൽ കൊണ്ടുപോയി ഫോണിലൂടെ മൈക്കിലൂടെ കേൾക്കും. എന്തൊരു നിലവാരം! ഉത്തരവില്ലാത്തതുകൊണ്ടാണ്. അല്ല, എന്തൊരു നിലവാരമാണ് ഞാൻ പറയുന്നത്. ചോദ്യത്തിന് ഉത്തരവില്ലാത്തപ്പോൾ അത് മറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. അല്ല, അത് വളരെ മോശം. ഞാൻ പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്നവർക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ, ഒരു നിലവാരം വേണ്ടേ? ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ പഠിക്കാൻ നോക്കണം. തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്താൻ തയ്യാറാവണം. ഇപ്പോൾ എന്താ പറയുന്നത്? നിയമത്തിലൊരു കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത്. ഇപ്പോഴും ഇത്രയും അവസ്ഥകൾ ഉണ്ടായിട്ടും പൊതുജനം മുഴുവൻ നിയമം പഠിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാർ നിയമം പഠിച്ചിട്ടില്ല. പൊതുജനം മുഴുവൻ ഈ പറഞ്ഞ നിയമം, വഖഫ് നിയമം പഠിച്ചു കഴിഞ്ഞു. അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ എക്സ്പേർട്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവർക്കില്ല. അപ്പോൾ സത്യത്തോട് ആഭിമുഖ്യമില്ല. പക്ഷേ സത്യമേ ജയിക്കൂ, അതിനൊരു സംശയം വേണ്ട. സത്യമേ ജയിക്കൂ, സത്യത്തിനേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നീതി നിഷേധിക്കപ്പെടുന്നവരുടെ സ്വരമായി അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ ആദ്യ ശ്രമങ്ങളാണ് പ്രതിഷേധത്തിലേക്കും നീതി നേടുന്നതിനുള്ള അധ്വാനമായിട്ടും പൊതുജന സമക്ഷം ഈ വിഷയം അവതരിപ്പിക്കുന്നതിനുമൊക്കെ ഇടയായത്. തീർച്ചയായിട്ടും ജോഷി മയ്യാറ്റിലച്ചൻ നൽകുന്ന ഈ നേതൃത്വം സാമൂഹികമായി വളരെ പ്രസക്തിയുള്ളതാണ്. ചരിത്രപരമായി ഇത് അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം മുനമ്പം നിവാസികളുടെ മാത്രം വിഷയമല്ല,
നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ അത് എത്ര ചെറുതാണെങ്കിലും ഒരുമിച്ച് നിന്ന് സ്വരമുയർത്തണമെന്നും അതിനുവേണ്ടി നിലപാടെടുക്കണമെന്നും ആ സമയത്തെ നമ്മുടെ മൗനം വലിയ കുറ്റകരമായ അനാസ്ഥയാണെന്നും പാപമാണെന്നും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരവസരമായിട്ട് ഇത് മാറി എന്ന് കരുതുന്നു. മുനമ്പം നിവാസികൾക്ക് നീതി ലഭിക്കട്ടെ. അവരുടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടുന്ന ഒരു ദിവസത്തിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ പാർട്ടികൾ കണ്ണു തുറന്ന് സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് വേണ്ട പരിശ്രമങ്ങൾ തുടരട്ടെ. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കും ഇത്തരം പ്രവാചക ധർമ്മം നിർവഹിക്കുന്ന ശുശ്രൂഷകൾക്കും എല്ലാ ആശംസകളും. താങ്ക് യു അച്ഛ. താൽക്കാലികമായ ഒത്തുതീർപ്പുകൾ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.